വരുന്ന ഇഷ്യൂ ആണ് ഇതിൽ ടച്ച് വർക്കാതിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് CPU ചെയ്തിട്ട് ഇതിന് ടച്ച് വർക്ക് ആക്കി എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ CPUവിൻ്റെ സൈഡിൽ ചെറിയ ഗമ്മുണ്ടായിരിക്കും, അത് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ചെറിയൊരു ബ്ലേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ CPU ചെയ്യുന്നതിൽ നമുക്ക് ചില ബോർഡുകൾ, അതായത് പഴയ ബോർഡുകളും പിന്നെ ഈ ബഡ്ജറ്റ് ഇതിലൊക്കെ ഇറക്കിയ ബോർഡുകളൊക്കെ ആണെങ്കിൽ നമ്മൾ CPU ചെയ്യുന്ന സമയത്ത് ബഡ്ജ് ആവുന്നുണ്ട്. ആ ഒരു കണ്ടീഷനിൽ നമുക്കത് ഓണാക്കി എടുക്കാനുള്ള സാധ്യത കുറവായിരിക്കും. പിന്നെ ചില ബോർഡുകളാണെങ്കിൽ അതിൻ്റെ പ്രിന്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇളക്കുമ്പോൾ തന്നെ കൂടുതലും നോർമലായിട്ട് ഇളക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പോകും. അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് ഓണാക്കി എടുക്കാനായിട്ട് CPU ചെയ്ത് ഓണാക്കി എടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. റീബോളിങ് കഴിഞ്ഞു, ഇനി CPU ഫിക്സ് ചെയ്താൽ മാത്രം മതി. ഈ ഒരു ഫോൺ നമ്മൾ CPU ചെയ്ത് ടച്ചൊക്കെ പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ CPU ആയിട്ട് ഓണായി വരാൻ ഡാറ്റാസ് ഒന്നും പോകത്തില്ല. അപ്പോൾ ഈ ഒരു വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് ആയിരുന്നാലും ഐഫോൺ ആയിരുന്നാലും എന്തൊരു വർക്ക് ആയിരുന്നാലും കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മാക്സിമം ചുരുങ്ങിയ ചിലവിൽ നല്ലൊരു സർവീസ് തന്നെ തരാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.